പലപ്പോഴും നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് കൊച്ചുകുട്ടികൾ അവരുടെ അഭിപ്രായങ്ങൾ പറയാറുണ്ട്. പലപ്പോഴും കുട്ടികൾ പറയുന്ന അഭിപ്രായങ്ങളെ നീ കുഞ്ഞാണ്, നീ അഭിപ്രായം പറയാനൊന്നും ആയിട്ടില്ല, നീ പറയേണ്ട കാര്യമില്ല, മിണ്ടാതെ അവിടെ ഇരിക്കുക എന്ന് പറയുന്ന മാതാപിതാക്കളുണ്ട്. കുട്ടികളുടെ അഭിപ്രായങ്ങൾ നമ്മൾ വിലവെക്കേണ്ടതുണ്ടോ? യഥാർത്ഥത്തിൽ വിലവെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കാര്യം. കാരണം കുട്ടികളുടെ തലച്ചോറും വികസിച്ചു വരുന്നതാണ്. അവർക്കും ഓരോ കാര്യങ്ങൾക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായം ഉണ്ടാവും. ചിലപ്പോൾ ബാലിശമായിരിക്കും, എങ്കിലും അവരെ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തുകയോ അവരെ കുട്ടി നീ ഇതിനൊന്നും മിണ്ടണ്ട എന്ന് പറഞ്ഞ് തള്ളി നീക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല. കാരണം കൊച്ചുകുട്ടികളാണ് വളർന്നു വരുമ്പോൾ നിങ്ങളെപ്പോലെ ചിന്തിക്കേണ്ടത്. കൊച്ചുകുട്ടികൾ പറയുന്ന അഭിപ്രായങ്ങൾ കേൾക്കുക. ബ്ലണ്ടേഴ്സ് ആണ്, അതായത് ശുദ്ധ മണ്ടത്തരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ വെറുതെ ചിരിക്കുക. അവരെ അതിനെ കുറ്റപ്പെടുത്തുകയോ ഒരിക്കലും കളിയാക്കുകയോ ചെയ്യരുത്. കാരണം കളിയാക്കുന്നത് അവരെ വല്ലാണ്ട് മനസ്സിനെ അന്തർമുഖനാക്കാൻ, ഇൻട്രോവേർട്ട് ആക്കുന്നതിനും പിന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ പോലും അഭിപ്രായം പറയാതിരിക്കുന്നതിന് അത് കാരണമാകുകയും ചെയ്യും. മാത്രമല്ല കൊച്ചുകുട്ടികൾക്കെല്ലാം തന്നെ നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്കകത്ത് അഭിപ്രായങ്ങൾ ചോദിക്കുക. അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ച് ചെയ്യുന്നത് അവരുടെ ആത്മവിശ്വാസം വർദ്ധിക്കുന്നതിനും നിങ്ങളോടുള്ള അടുപ്പം, പ്രത്യേകിച്ച് നിങ്ങളുടെ വാക്കുകൾക്ക് കുടുംബത്തിൽ വിലയുണ്ട് എന്ന് കുട്ടികൾക്ക് സ്വയം തിരിച്ചറിയുന്നതിനും വീട്ടിൽ എല്ലാ കാര്യങ്ങളിലും ഇൻവോൾവ് ആകുന്നതിനും കുട്ടികളെ അത് സഹായിക്കുന്നു. കുട്ടികൾക്ക് ചെറിയ ചെറിയ ജോലികൾ നൽകാൻ നോക്കുക. ചെയ്യുന്ന സമയത്ത് അവർ തെറ്റ് വരുത്തുമായിരിക്കും, സാരമില്ല. കാരണം തെറ്റിലൂടെ മാത്രമേ മനുഷ്യരെല്ലാവരും ശരിയിലേക്ക് എത്തിയിട്ടുള്ളൂ. വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് പോലും തെറ്റിൽ നിന്നും പഠിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾക്ക് പോലും അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ ചെറിയ ചെറിയ ജോലികൾ നൽകാൻ നോക്കുക. അവരതിൽ നേടുന്ന ചെറിയ വിജയങ്ങളെ കൂടുതൽ അഭിനന്ദിക്കാൻ നോക്കുക. കാരണം അഭിനന്ദനങ്ങൾ അവർക്ക് ആത്മവിശ്വാസം കൂടുതൽ നൽകും. ഇതെല്ലാം മാതാപിതാക്കളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. പലരും ചെയ്യുന്ന മണ്ടത്തരങ്ങൾ ഇനി മാറ്റി പുതിയതായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തീരുമാനിക്കട്ടെ.